എന്തുമേതും ആഘോഷിക്കുന്ന കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. കാശും ചക്രമൊന്നും കയ്യിൽ വെച്ചോണ്ടിരുന്നിട്ടും കാര്യമില്ല. വല്ല കോവിഡോ നിപ്പയോ എലിപ്പനിയോ പന്നിപ്പനിയോ ഡെങ്കിപ്പനിയോ വന്ന് എപ്പോ വേണേലും അടിച്ചു പോകാം. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് അടിച്ചു പൊളിക്കുക എന്നൊരു മനോഭാവമാണ് ഇപ്പൊ മിക്കവർക്കും ഉള്ളത്. നമ്മുടെ സർക്കാരിനും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെന്നാണ് ചിലരുടെ സംസാരം. അല്ലെങ്കിൽ പിന്നെന്തിനാണ് ഒന്നിനും തികയാത്ത ഖജനാവിൽ നിന്ന് കോടികൾ പൊടിച്ച് വാർഷികാഘോഷം നടത്തുന്നതെന്നാണ് സംശയാലുക്കൾ ചോദിക്കുന്നത്. ആശാ വർക്കേഴ്സ്, പെൻഷനേഴ്സ്, KSRTC ഇങ്ങനെ തുടങ്ങി രൊക്കം പണം വേണ്ടുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഇതിനിടെ പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തെ ട്രോളിക്കൊണ്ട് പല പ്രമുഖ നേതാക്കളും രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ മാമാങ്കം നിർത്തിവെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിനു മുന്നിൽ കിടക്കുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൂടെ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാർ. കോടികൾ പൊടിക്കുന്ന ഈ വാർഷികാഘോഷം പിണറായി സർക്കാരിന്റെ അവസാനത്തേതാണെന്നും നവകേരള യാത്രയ്ക്കുണ്ടായ അതേ അനുഭവമാണ് ഈ ഉത്സവമേളത്തിനും വരാൻ പോകുന്നതെന്ന് K മുരളീധരൻ. ഇതൊക്കെ എന്ത്? നമ്മുടെ BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വാഗ്തോരണികളാണ് ഇതിൽ എടുത്തു പറയേണ്ടത് കേട്ടോ. ഈ ഉത്സവം ബ്രെയിൻ ഡെത്ത് സംഭവിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മരണക്കുറിയും അതിന്റെ തിലോദകവുമാണെന്ന്. കാര്യം മൊത്തത്തിൽ അങ്ങ് മനസ്സിലായില്ലെങ്കിലും എന്താണ് ഈ തിലോദകം എന്ന് എല്ലാവർക്കും അങ്ങോട്ട് പിടികിട്ടി എന്ന് തോന്നുന്നില്ല. ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം എള്ളും വെള്ളവും ചേരുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ ശേഷക്രിയകൾക്ക് ഉപയോഗിക്കുന്നതെന്ന് സാരം. എങ്ങനുണ്ട്?